ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ ഊണ് റെഡിയാക്കിയാലോ. അപ്പം ഇന്ന് ഫ്രോസൺ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നും ഒന്നും മേടിക്കുന്നത് ശരിയല്ല, ഹെൽത്തിനും ശരിയല്ല. വല്ലപ്പോഴും എന്ന് വെച്ചാൽ വർഷത്തിൽ 1-2 അതിനപ്പുറം ആകാൻ പാടില്ല. അപ്പം ഫ്രോസൺ കഴിഞ്ഞ വർഷം അങ്ങാണ്ട് മേടിച്ചതായിരുന്നു. അങ്ങനെ ഫ്രഷ് ചിക്കനാണ് നമ്മൾ മേടിക്കുന്നത് നല്ലത് ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പം ഫ്രോസൺ ചിക്കന് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഒരു മണിക്കൂറെങ്കിലും ഇളം ചൂടുവെള്ളത്തിൽ വാം വാട്ടറിൽ മുക്കി സോക്ക് ചെയ്ത് വെക്കണം, പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ്. അത് എന്താ പറയുക, ഫ്രോസൺ ആയതുകൊണ്ട് നല്ല അത് അലിഞ്ഞൊക്കെ വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യണമെങ്കിൽ അത് നേരത്തെ 1 മണിക്കൂർ മുമ്പേ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം, എന്നാലേ അത് വിട്ട് കിട്ടത്തുള്ളൂ. ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അത് പൊട്ടിച്ച് അപ്പം ഉച്ചക്കലത്തെ ലഞ്ച് അപ്പം ഫ്രോസൺ മേടിച്ചോണ്ട് വന്നു ഹസ്ബൻഡ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പം അതിൻ്റെ ചിക്കൻ 65യുടെ മസാലയാണ് കേട്ടോ. ചിക്കൻ 65യുടെ മസാലയ്ക്ക് എനിക്ക് അത്ര മസാല ഒരു വെളുത്ത് ഒരുമാതിരി ഒരു യെല്ലോയിഷ് കളറിലായിട്ടിരുന്നപ്പോൾ ഞാനൊന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ആവശ്യത്തിന് അതിനകത്ത് ഉണ്ടായിരുന്നു കൊടുത്തു. അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു സലാഡും പിന്നെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. ഈ സാമ്പാർ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചൊക്കെ ഇട്ട വേറൊരു ടൈപ്പ് സാമ്പാറായിരുന്നു കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സാമ്പാറിന്. അങ്ങനെ പിന്നെ നമ്മൾ പാവയ്ക്കയും പയറും കൂടി ഇട്ടൊരു മെഴുക്ക് പുരട്ടി. ഇന്നത്തെ ഒരു സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ ഊണാണ്. അപ്പം നമ്മുടെ ചിക്കൻ 65 നമ്മൾ കടയിലൊക്കെ 65 മേടിച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ്. ഇത് നമ്മൾ തവയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് കുറച്ച് ഓയിൽ മതി, നമുക്കൊന്ന് മൂടി വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ. ഓക്കെ, പിന്നെ കൂടുതൽ സവാള, നമ്മൾ എത്ര പീസ് ചിക്കനാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പിടിയെങ്കിലും കൂടുതൽ സവാളയും കൂടി ഇട്ട് വേണം കഴിക്കാൻ കേട്ടോ. ഞാൻ പറയുന്നു, ഇത് ഹെൽത്തിന് അത്ര നല്ലതല്ല. വർഷത്തിൽ 1-2 വട്ടം ഫ്രോസൺ മേടിക്കാം. ഓക്കെ, ബൈ സീ യു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ സീ യു, ബൈ.